പെങ് ബാങ്കോക്കിലേക്ക് തിരിച്ചു പോവുകയാണെന്ന് അതീതിന്റെ ഫാദറിനോട് പറയുന്ന കാര്യം അതീത് കേൾക്കുന്നു. അവൻ ഒരുപാട് സാഡ് ആകുന്നുണ്ട്. അതീത് അവിടെ നിൽക്കുന്നത് പെങ്ങും കാണുന്നു. അവനൊന്നും മിണ്ടാതെ അവിടുന്ന് പോകുന്നുണ്ട്. പെങ് അവന്റെ പിറകെ വരുന്നു. അതീത് വെളിയിൽ ഒരുപാട് സാഡായി നിൽക്കായിരുന്നു. പെങ് അവൻ്റെ അടുത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ അതീതിന്റെ മദർ വന്ന് അവളെ തടയുന്നുണ്ട്. എന്നിട്ട് അവളെയും കൂട്ടി അകത്തേക്ക് പോകുന്നു. ഞാൻ ഈ ചെയ്യുന്ന കാര്യത്തിൽ ഞാൻ ഒട്ടും ഹാപ്പിയല്ല. പക്ഷേ അതീതിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത്. പതുക്കെ പതുക്കെ എല്ലാം ശരിയാകുമെന്ന് അവർ പറയുന്നു. ഇതെല്ലാം കേട്ട് പെങ് സാഡ് ആകുന്നുണ്ടെങ്കിലും അവൾ സ്മൈൽ ചെയ്യുന്നുണ്ട്. സെയിം നൈറ്റിൽ അതീതിന്റെ ഫാദർ മദറിനോട് പെങ്ങിനോട് അതിൽ നിന്ന് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ പറഞ്ഞത് നീ അല്ലേം ചോദിക്കുന്നു. ഇതിനെക്കുറിച്ച് ഒന്നും സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് മദർ പറയുന്നുണ്ട്. ഇവിടെ അതീത് പെങ്ങിനോട് നീ എന്നെ ഉപേക്ഷിച്ച് തിരിച്ചു പോകാൻ ആഗ്രഹിക്കാൻ കാരണം ഞാൻ എന്തെങ്കിലും തെറ്റിയതോന്ന് ചോദിക്കുന്നു. നിന്നോട് ഈ കാര്യം പറയാൻ എനിക്ക് ടൈം കിട്ടിയില്ല. ഐ ആം റിയലി സോറി എന്ന് അവൾ പറയുന്നുണ്ട്. നിന്റെ മനസ്സിൽ ഞാൻ ഒട്ടും ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് അവൻ പറയുമ്പോൾ അങ്ങനെയൊന്നും അല്ല എന്ന് അവൾ പറയുന്നുണ്ട്. നിനക്കെന്താ ഇവിടെ നിൽക്കാൻ പാടില്ലെന്ന് അവൻ ചോദിക്കുന്നു. ഞാൻ ഒരുപാട് ദൂരെയൊന്നുമല്ല പോകുന്നത്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും മീറ്റ് ചെയ്യാമെന്ന് അവൾ പറയുന്നുണ്ട്. ഇതുവരെ ഞാൻ വിചാരിച്ചത് നീയും എന്നെ സ്നേഹിക്കുന്നതാണ്. പക്ഷെ എനിക്കിപ്പോൾ തോന്നുന്നത് നീ എന്നെ സ്നേഹിക്കുന്നില്ലെന്നാണെന്ന് അവൻ പറയുന്നു. പെങ് ഒന്നും മിണ്ടാതെ കരഞ്ഞുകൊണ്ട് അവിടുന്ന് പോകുന്നുണ്ട്. നെക്സ്റ്റ് മോർണിംഗിൽ പെങ് വർക്കേഴ്സിനോട് ഫ്ലവേഴ്സിനെ എങ്ങനെ ടേക്ക് കെയർ ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുന്നു. ദൂരെ നിന്ന് അതീതും ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. പെങ്ങിനോട് പോകരുതെന്ന് വർക്കേഴ്സ് പറയുന്നുണ്ടെങ്കിലും നിങ്ങളെ ഞാനും ഒരുപാട് മിസ് ചെയ്യുമെന്ന് അവൾ പറയുന്നു. ഇവിടെ അതീതിൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും അതീതിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതീതിൻ്റെ ലവും തൻ്റെ ലവിനെ പോലെ ഫെയിലായെന്നറിയുമ്പോൾ നാം ഒരുപാട് ഹാപ്പിയാകുന്നു. പെങ് എപ്പോഴാണ് തിരിച്ചു പോകുന്നതെന്ന് നാം ചോദിക്കുമ്പോൾ 2 ദിവസത്തിനുള്ളിൽ പോകുമെന്ന് ലിങ് പറയുന്നുണ്ട്. അപ്പോൾ അതീത് അവിടേക്ക് വരുന്നു. നാം അതീതിനെ നോക്കി നീ ഒരു വീക്ക് പേഴ്സൺ ആണെന്ന് പറയുന്നുണ്ട്. അതീത് സ്റ്റണ്ണായി അവളെ നോക്കുന്നു. നിന്നെപ്പോലൊരാളെയാണല്ലോ ഞാൻ ഇത്രയും വർഷം പ്രണയിച്ചെന്ന് പറഞ്ഞ് അവൾ അവിടുന്ന് പോകുന്നുണ്ട്. എന്താ നിന്റെ സിസ്റ്റർ ഇപ്പോൾ എന്നെ വഴക്ക് പറഞ്ഞിട്ടാണ് പോയെന്ന് തന്നുനോട് അതീത് ചോദിക്കുന്നു. അവൻ അതേന്ന് പറയുന്നുണ്ട്. അതീതിന്റെ മെയ്ഡ്സ് പെങ്ങിനെ കാണാൻ വരുന്നു. ഇത്രയും നാളും ഞാൻ ഒരുപാട് മോശമായിട്ടാണ് നിന്നോട് പെരുമാറിയത്. ഐ ആം റിയലി സോറി എന്ന് ആ മെയ്ഡ് പറയുന്നുണ്ട്. അതൊന്നും സാരമില്ല, എനിക്ക് നിന്നോട് ഒരു ദേഷ്യവും ഇല്ല, ഞാൻ അതൊക്കെ നേരത്തെ മറന്നു എന്ന് പെങ് പറയുന്നു. അങ്ങനെ അവർക്കിടയിലെ പ്രശ്നങ്ങളെല്ലാം സോൾവ് ആകുന്നു. അവരെല്ലാവരും ഹാപ്പി ആകുന്നുണ്ട്. അതീത് പെങ്ങിൻ്റെ അടുത്ത് വന്ന് തൻ്റെ കൂടെ വരാൻ പറയുന്നു. പക്ഷെ പെങ് പോകാതെ മടിച്ചു നിൽക്കുന്ന കാണുമ്പോൾ അതീത് വന്ന് അവളുടെ കയ്യിൽ പിടിച്ച് അവൻ്റെ കൂടെ കൊണ്ടുപോകുന്നുണ്ട്. അവർ 2 പേരും കൂടി ഇങ്ങനെ ഫാമിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വർക്കേഴ്സ് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ലഞ്ച് കഴിക്കുന്ന കാണുന്നു. വർക്കേഴ്സ് അവരോടും തങ്ങളുടെ കൂടെ വന്ന് ലഞ്ച് കഴിക്കാൻ പറയുന്നുണ്ട്. സോ അവരെല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡെല്ലാം കഴിച്ച് ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം അതീതും പെങ്ങും കൂടി ഒരു പ്ലേസിൽ വന്നിരിക്കുന്നു. നീ ബാങ്കോക്കിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ നമ്മൾ ആദ്യമായി മീറ്റ് ചെയ്തത് ഈ പ്ലേസിൽ വെച്ചാണ്. അന്ന് എനിക്ക് നിന്നെ എങ്ങനെ ഇവിടുന്ന് ഓടിച്ചു വിടണം എന്നറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ നിന്നെ എങ്ങനെ ഇവിടെ പിടിച്ചു നിർത്തണം എന്നറിയില്ല എന്ന് അവൻ പറയുന്നു. അതീത് ഓഫീസിൽ ഇരിക്കുമ്പോൾ അവൻ്റെ മേഡ് അവനെ കാണാൻ വരുന്നു. പെങ് നിന്നെ ഉപേക്ഷിച്ച് ബാങ്കോക്കിലേക്ക് പോകാൻ കാരണം നിന്റെ മദറാണ്. അവർ 2 പേരും സംസാരിക്കുന്നത് ഞാൻ കേട്ടിരുന്നു എന്ന് മേഡ് പറയുന്നു. ഇതെല്ലാം അറിഞ്ഞ ശേഷം അതീത് മദറിനെ കാണാൻ വരുന്നു. എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് മദറിനോട് ചോദിക്കുന്നുണ്ട്. പെങ്ങിന്റെ മദറിനെ പോലെ ആകുമെന്ന് എനിക്ക് പേടിയുണ്ടെന്ന് അതീതിന്റെ മദർ പറയുന്നു. പെങ്ങിനൊരു ചാൻസ് കൊടുക്കാൻ അതീത് മദറിനോട് പറയുന്നുണ്ട്. നീ പെങ്ങിനെ ചൂസ് ചെയ്യുകയാണെങ്കിൽ നിനക്കൊരു മദറുള്ള കാര്യം നീ മറന്നേക്കാൻ അതീതിന്റെ മദറും പറയുന്നു. ഇതെല്ലാം കേട്ട് അതീത് സാഡ് ആകുന്നു. അവൻ ഒറ്റയ്ക്ക് വന്ന് നിൽക്കുമ്പോൾ സേബ് അവനടുത്ത് വരുന്നു. ഇന്ന് രാത്രി മെറ്റിയോ ഷവറുണ്ട്, നീ കാണാനായി പെങ്ങിൻ്റെ കൂടെ വരുന്നുണ്ടോ എന്ന് സേബ് ചോദിക്കുമ്പോൾ അതീത് ഇല്ലാന്ന് പറയുന്നു. ഇത് കേട്ട് സേബ് കരയുന്നുണ്ട്. അതീത് റീസൺ ചോദിക്കുമ്പോൾ നീ എന്നെ അടിക്കുകയോ ഉപദ്രവിക്കുകയോ വഴക്കു പറയോ എന്തു വേണമെങ്കിലും ചെയ്തോ, പക്ഷേ നീ ഇതുപോലെ സാഡായി നിൽക്കരുതെന്ന് സേബ് പറയുന്നു. നീ ഈ കരയുന്ന സ്റ്റോപ്പ് ചെയ്തില്ലെങ്കിൽ നിന്റെ സാലറി ഞാൻ കട്ട് ചെയ്യുമെന്ന് അതീത് പറയുന്നു. സോ സേബ് കരയുന്ന സ്റ്റോപ്പ് ചെയ്യുന്നു. നീ എന്നും ഇതുപോലെ ഇരിക്കണമെന്ന് സേബ് അതീതിനോട് പറയുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ അതീത് പെങ്ങിൻ്റെ അടുത്ത് വരുന്നു. എന്നിട്ട് അവളുടെ കയ്യിൽ പിടിച്ച് അവളെയും കൂട്ടി അവൻ്റെ കൂടെ കൊണ്ടുപോകുന്നുണ്ട്. നീ പോകുന്നതിന് മുന്നേ നിന്റെ കൂടെ കുറച്ച് നല്ല മെമ്മറി സ്പെൻഡ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
അങ്ങനെയാകുമ്പോൾ നീ എൻ്റെ കൂടെ ഇല്ലാത്ത സമയത്ത് ഓർക്കാനായിട്ട് എൻ്റെ പക്കൽ ആ മെമ്മറീസ് എങ്കിലും ഉണ്ടായിരിക്കുമല്ലോ എന്ന് അവൻ പറയുന്നു. നീ എന്നെ ഉപേക്ഷിച്ച് പോകാനുള്ള റീസൺ എന്താണെന്ന് എനിക്കിപ്പോൾ അറിയാം. എൻ്റെ മദർ നമുക്കിടയിൽ വന്നില്ലായിരുന്നെങ്കിൽ നീ എന്താ എന്നെ സ്നേഹിക്കുമായിരുന്നു എന്ന് അവൻ ചോദിക്കുന്നു. ഫൈനലി പെങ് അവളുടെ ഫീലിങ്സ് അതിനോട് പറയുന്നുണ്ട്. ഞാനും നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു എന്ന് അവൾ പറയുന്നു. എന്നെ സ്നേഹിക്കുന്നതിന് ഒരുപാട് നന്ദിയുണ്ടെന്ന് പറഞ്ഞ് അതീത് പെങ്ങിനെ ഹഗ് ചെയ്യുന്നു. ഇവിടെ അതീതും പെങ്ങും ഒരുമിച്ചിരിക്കുകയാണ്. ഞാൻ എൻ്റെ മദറിനോട് വീണ്ടും സംസാരിക്കാമെന്ന് അതീത് പറയുന്നു. ആൻറ്റി ഹർട്ട് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. നിന്നെ സ്നേഹിക്കുന്നതിൽ തന്നെ ഞാൻ ഒരുപാട് ഹാപ്പിയാണെന്ന് പെങ് പറയുന്നു. പക്ഷേ നീ എൻ്റെ കൂടെ വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് അതീത് പറയുന്നുണ്ട്. പെങ് മറുപടി ഒന്നും പറയുന്നില്ല. അതിനുശേഷം അവർ രണ്ടുപേരും ഒരുമിച്ച് കിടന്നുറങ്ങുന്നു. നെക്സ്റ്റ് മോർണിംഗിൽ അതീതിൻ്റെ മദർ വന്ന് നോക്കുമ്പോൾ അതീതിനും പെങ്ങിനും ഒരുമിച്ച് ബെഡിൽ കാണുന്നു. അവർക്ക് ഒരുപാട് ദേഷ്യം വരുന്നുണ്ട്. നിന്റെ പ്രോമിസ് നീ ബ്രേക്ക് ചെയ്തു എന്ന് അവർ അവളോട് പറയുന്നു. പെങ് മറുപടി എന്തെങ്കിലും പറയുന്നതിന് മുന്നേ തന്നെ മദർ അവിടുന്ന് പോകുന്നുണ്ട്. ഒരു പ്രോമിസിന്റെ പേരിലാണോ നീ എന്നെ ഉപേക്ഷിച്ച് പോകുന്നതെന്ന് അതീത് അവളോട് ചോദിക്കുന്നു. ആൻറ്റി മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തു എന്ന് അവൾ പറയുമ്പോൾ അതുകൊണ്ട് എന്താ, നമ്മൾ പരസ്പരം സ്നേഹിക്കുന്ന ആളുകളാണ്, ഇതിലൊരു തെറ്റുമില്ല എന്ന് അവൻ പറയുന്നു. പ്ലീസ് എന്നെ നീ ഇനി തടയരുതെന്ന് പെങ് പറയുന്നു. ശരി, ഇനി മുതൽ നീ ആഗ്രഹിക്കുന്ന പോലെയാ ഞാൻ ജീവിക്കാൻ പോകുന്നതെന്ന് അതീത് പറയുന്നുണ്ട്. എന്നിട്ട് ദേഷ്യത്തിൽ അവിടുന്ന് പോകുന്നു. പെങ് ആകട്ടെ അവിടെ ഇരുന്ന് ഒരുപാട് കരയുന്നുണ്ട്. അതിനുശേഷം അതീത് മദറിനെ കാണാൻ വരുന്നു. മദർ നല്ല ദേഷ്യത്തിലായിരുന്നു. നീ എന്തിനാ ഇവിടേക്ക് വന്നത്? നീ പോയി പെങ്ങിനെ മാരി ചെയ്യാൻ അവർ പറയുന്നു. മദർ ഉദ്ദേശിക്കുന്ന പോലെ എനിക്കും പെങ്ങിനും ഇടയിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. പോകുന്നതിൽ നിന്ന് ഞാൻ അവളെ തടയില്ല എന്നും അവൻ പറയുന്നു. ഇത് കേട്ട് മദർ ഒരുപാട് ഹാപ്പി ആകുന്നുണ്ട്. എന്താ എന്നെ സാഡായി കണ്ട് മദർ ഹാപ്പിയാണോ എന്ന് അവൻ ചോദിക്കുന്നു. ഷോക്കായിട്ട് മദർ അവനെ നോക്കുന്നുണ്ട്. പെങ്ങിൻ്റെ എൻ്റെ റിലേഷൻഷിപ്പ് മദർ അക്സെപ്റ്റ് ചെയ്യുന്നവരെ മദർ ആഗ്രഹിക്കുന്ന പോലെ ഞാൻ ജീവിക്കുമെന്ന് അവൻ പറയുന്നു. അതിനുശേഷം ദിവസങ്ങൾ കടന്നു പോകുന്നു. പെങ് അവിടുന്ന് പോയിട്ടുണ്ടായിരുന്നു. അതീതാവട്ടെ ഫുൾ ടൈം ജോബിൽ ബിസിയാണ്. മറ്റുള്ളവർ അവനെ സഹായിക്കാൻ അവൻ സമ്മതിക്കാറില്ല. എല്ലാ ജോലിയും അവൻ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. അതീതിന്റെ മദർ അവന് കഴിക്കാനായി ഫുഡുമായി വരുന്നുണ്ടെങ്കിലും അവൻ ഫുഡൊന്നും കഴിക്കാതെ ഫുൾ ടൈം ജോബിൽ മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതീതിന്റെ അവസ്ഥയെക്കുറിച്ച് ആലോചിച്ച് രാത്രിയിൽ മദർ ഒരുപാട് കരയുന്നു. പെങ്ങിനെ റോസ് ഗാർഡനിൽ വന്ന് അതീത് പെങ്ങിനെ കുറിച്ച് ആലോചിക്കുന്നു. ഇനി ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. പെങ് പോകുന്നതിന് മുന്നേ അതീത് അവളെ കാണാൻ വരുന്നുണ്ട്. കോണ്ടാക്ട് കീപ്പ് ചെയ്യണമെന്ന് അവൻ പറയുമ്പോൾ നമ്മൾ കോണ്ടാക്ട് ചെയ്തിരിക്കുന്ന ബെറ്റർ, നീ എന്നെ വെയിറ്റ് ചെയ്യണമെന്ന് പറയുന്നു. എത്ര നാൾ എടുത്താലും ഞാൻ നിന്നെ വെയിറ്റ് ചെയ്യുമെന്ന് അവൻ പറയുന്നു. നമ്മൾ പരസ്പരം കോണ്ടാക്ട് ചെയ്യാതിരിക്കേണ്ട നമുക്ക് ബെറ്റർ എന്ന് പറഞ്ഞ് പെങ് അവിടുന്ന് പോകുന്നു. ഇവിടെ കോർട്ട് നാമിനെ പ്രപ്പോസ് ചെയ്യുന്നു. അവൻ്റെ പ്രപ്പോസൽ നാം അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. രണ്ടുപേരും ഒരുപാട് ഹാപ്പിയിലായിരുന്നു. അതീത് ഓഫീസിലേക്ക് വരുമ്പോൾ പണ്ട് പെങ് അവന് വേണ്ടി ഉണ്ടാക്കിയ ആ ഡിഷ് അവിടെ ഇരിക്കുന്ന കാണുന്നു. അവൻ വിചാരിക്കുന്നത് പെങ് തിരിച്ചു വന്നു എന്നാണ്. സോ അവിടെയെല്ലാം അവൻ പെങ്ങിനെ നോക്കുന്നു. പക്ഷെ പെങ്ങിനെയല്ല, ഓങ്ങിനെയാണ് അവൻ കാണുന്നത്. ഈ ഡിഷ് ഉണ്ടാക്കാൻ പെങ്ങാണ് എന്നെ പഠിപ്പിച്ചത്. നിന്നെ ടേക്ക് കെയർ ചെയ്യണമെന്നും അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് അവൻ പറയുന്നു. അവൻ അവളോട് താങ്ക്സ് പറയുന്നു. അവൻ വീണ്ടും സാഡ് ആകുന്നുണ്ട്. നെക്സ്റ്റ് ഡേ അതീത് നാമിൻ്റെ അടുത്ത് വന്ന് ഈ ഫയൽ തനോന് കൊടുക്കണം എന്ന് പറഞ്ഞ് ഒരു ഫയൽ അവൾക്ക് കൊടുക്കുന്നു. അതീതിനെ ഇങ്ങനെ കണ്ടിട്ട് എനിക്ക് ഒരുപാട് ബാഡ് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് അവൾ കോർട്ടിനോട് പറയുന്നു. അവൻ പെങ്ങിനെ കാണാനായി ബാങ്കോക്കിലേക്ക് വരുന്നു. നീ എന്താ അതിനടുത്തേക്ക് തിരിച്ചു പോകാത്തതെന്ന് നാം ചോദിക്കുമ്പോൾ പെങ് സ്മൈൽ ചെയ്തുകൊണ്ട് ഞാൻ അവിടേക്ക് പോവുകയാണെന്ന് പറയുന്നുണ്ട്. ഫ്ലാഷ് ബാക്കിൽ അതീതിന്റെ മദർ പെങ്ങിനെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അവളോട് സോറി പറഞ്ഞ് തിരിച്ചു വരണം എന്ന് പറയുന്നുണ്ട്. ഇവിടെ അതീത് ഫാമില് തന്റെ വർക്കേഴ്സിനോട് വേഗം വേഗം പണി ചെയ്യാൻ പറയുന്നു. സേബ് അവനോട് 5 മണി മുതൽ ഞങ്ങൾ വർക്ക് ചെയ്യുക, ഞങ്ങൾക്ക് ബ്രേക്ക് വേണമെന്ന് പറയുന്നു. എന്താ നിങ്ങൾക്ക് ബ്രേക്ക് വേണമെന്ന് അതീത് ചോദിക്കുമ്പോൾ അവർ വേണമെന്ന് വീണ്ടും പറയുന്നുണ്ട്. ശരി, എന്നാൽ നിങ്ങൾ ബ്രേക്ക് എടുത്തോ, പക്ഷേ എന്നേക്കുമായി ബ്രേക്ക് എടുക്കണം. നിങ്ങൾ ഇനി മുതൽ ജോലിക്ക് വരണ്ട,
ഫുൾ ടൈം ബ്രേക്ക് ആയിരിക്കും എന്ന് അവൻ പറയുന്നു. ജോലി പോകുമെന്ന് കേട്ട് അവർ പേടിച്ച് വീണ്ടും വർക്ക് ചെയ്യാൻ തുടങ്ങുന്നു. വർക്കെല്ലാം കഴിഞ്ഞ ശേഷം അവർ വെളിയിൽ വന്ന് പെങ്ങ് പോയ ശേഷം അതീത് മെഷീനെ പോലെ വർക്ക് ചെയ്യുന്നതെന്ന് പറയുന്നു. അവർ 3 പേരും കൂടി പെങ്ങിന്റെ പേര് വിളിക്കുന്നു. അപ്പോൾ പെങ് അവിടേക്ക് വന്ന് എന്താ എന്നെ ആരെങ്കിലും മിസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇവിടെ അതീത് ഫാമില് വർക്ക് ചെയ്ത് നിൽക്കാണ്. അപ്പോൾ പെങ് അവിടേക്ക് വരുന്നു. അവളെ കണ്ട് അവൻ കുറച്ചു നേരം നോക്കി നിൽക്കുന്നുണ്ട്. എനിക്കറിയാത്ത ആളുകളെ ഫാമിൽ എൻ്റർ ചെയ്യാൻ ആരാ പെർമിഷൻ കൊടുത്തേന്ന് അവൻ അവളെ നോക്കി ചോദിക്കുന്നു. നീ എന്താ എന്നോട് ദേഷ്യത്തിലാണോ എന്ന് പെങ് ചോദിക്കുമ്പോൾ ഈ പേഴ്സന്റെ സൗണ്ട് എന്നെ ഒരുപാട് ഇറിറ്റേറ്റ് ചെയ്യുന്നു എന്ന് അതീത് പറയുന്നു. ഇത് പെങ്ങാണെന്ന് സേവ് പറയുമ്പോൾ അതീത് ഒന്നും മിണ്ടാതെ അവിടുന്ന് പോകുന്നുണ്ട്. ഇവിടെ പെങ് തന്നെ റോസ് ഗാർഡൻ നിൽക്കുമ്പോൾ വർക്കേഴ്സ് എല്ലാം അവിടേക്ക് ഓടി വരുന്നു. കാര്യം എന്താണെന്ന് പെങ് ചോദിക്കുമ്പോൾ അതീത് ഈ വഴി വരുന്നുണ്ടെന്ന് പറയുന്നു. നെക്സ്റ്റ് സീനിൽ അതീത് വരുമ്പോൾ വർക്കേഴ്സ് എല്ലാവരും കൂടി അവനെ ബ്ലോക്ക് ചെയ്യുന്നു. ഈ വണ്ടി ഞാൻ നിങ്ങളുടെ മുകളിൽ കൂടെ ഓടിക്കണമെന്ന് അവൻ ചോദിക്കുമ്പോൾ അവരെല്ലാവരും പേടിച്ച് അവിടുന്ന് മാറിപ്പോകുന്നു. കാരണം അതീതിന്റെ ദേഷ്യം എന്താണെന്ന് അവർക്കെല്ലാവർക്കും അറിയാം. അവൻ അങ്ങനെ ചെയ്യാൻ മടിക്കില്ല എന്ന് അവർക്കറിയായിരുന്നു. അവരുടെ എല്ലാം പിറകില് പെങ് നിൽപ്പുണ്ടായിരുന്നു. അവളൊരു പേപ്പറിൽ സോറി എഴുതി അവനെ കാണിക്കുന്നു. അതീതിന് ചിരി വരുന്നുണ്ടെങ്കിലും അവൻ കൺട്രോൾ ചെയ്യുന്നു. പെങ് അവനോട് വീട് വരെ ലിഫ്റ്റ് തരുമെന്ന് ചോദിക്കുന്നുണ്ട്. അതിനുശേഷം അവന്റെ വണ്ടിയിൽ ഇരിക്കാൻ വേണ്ടി വരുന്നു. പക്ഷെ അതീത് അവളെ കേട്ടാതെ അവിടുന്ന് പോകുന്നുണ്ട്. കുറച്ച് ദൂരം വന്ന ശേഷം അതീത് സ്മൈൽ ചെയ്യുന്നു. ഫ്ലാഷ് ബാക്കിൽ പെങ് തിരിച്ചു വരുന്ന കാര്യം അതീതിന്റെ ഫാദർ നേരത്തെ തന്നെ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതീത് ഫാമിൽ നിൽക്കുമ്പോൾ പെങ് വീണ്ടും അവനടുത്തേക്ക് വരുന്നു. അവനോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവനാകട്ടെ അവളെ ഇഗ്നോർ ചെയ്യുന്നു. എന്നിട്ട് ഉറക്കെ താൻ വീട്ടിലേക്ക് പോകുകയാണെന്ന് പറയുന്നുണ്ട്. പെങ്ങിനെ കേൾപ്പിക്കാൻ വേണ്ടിയാണ് അവൻ ഇങ്ങനെ പറയുന്നത്. എന്നിട്ട് സ്വയം ഞാൻ അത്ര ഈസി ആയിട്ട് നിന്നോട് ക്ഷമിക്കില്ല എന്ന് പറയുന്നു. അതീതിന്റെ പിറകെ പെങ്ങും വീട്ടിലേക്ക് വരുന്നു. എനിക്ക് ഒരുപാട് ചൂടെടുക്കുന്നു എന്ന് അതീത് പറയുമ്പോൾ പെങ് AC ഓണാക്കുന്നുണ്ട്. എനിക്ക് ദാഹിക്കുന്നു എന്ന് പറയുമ്പോൾ അവൾ വെള്ളവുമായിട്ട് അവൻ്റെ അടുത്ത് വരുന്നു. അവളെ നോക്കി അതീത് അവളോട് അവിടുന്ന് പോകാൻ പറയുന്നു. നീ എന്താ എന്നെ ടീസ് ചെയ്യാണോ എന്ന് അവൾ ചോദിക്കുമ്പോൾ ഞാൻ സത്യത്തിൽ നിന്നോട് ദേഷ്യത്തിലാണെന്ന് അവൻ പറയുന്നു. സോ പെങ് അവൻ്റെ ചീക്കിൽ കിസ് ചെയ്ത് ദേഷ്യപ്പെടരുന്ന് പറയുന്നു. അതീത് ഇങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്. ഞാൻ എന്നെ സ്നേഹിക്കുന്ന കാര്യം ഈ ഫാമിലെ എല്ലാ വർക്കേഴ്സിനോടും ഞാൻ പറഞ്ഞ, പക്ഷെ നീ എന്നെ ഉപേക്ഷിച്ച് പോയി. എന്നിട്ട് നീ ഇപ്പോൾ തിരിച്ചു വന്നു. ഞാൻ എൻ്റെ വർക്കേഴ്സിനെ എങ്ങനെ ഫേസ് ചെയ്യുമെന്ന് അവൻ ചോദിക്കുന്നു. സോ ഞാൻ എന്ത് ചെയ്യണമെന്ന് പെങ് ചോദിക്കുമ്പോൾ ഞാൻ ചെയ്ത പോലെ നീ ചെയ്യണം. വർക്കേഴ്സിനോട് എല്ലാവരോടും നീ എന്നെ സ്നേഹിക്കുന്ന കാര്യം പറയണം. എൻ്റെ പോയ റെപ്യൂട്ടേഷൻ നീ തിരിച്ചു കൊണ്ടുവരണം എന്ന് അവൻ പറയുന്നു. നെക്സ്റ്റ് ഡേ അതീത് ഒരുപാട് ഹാപ്പിയില് ഞാൻ പറഞ്ഞ ടാസ്ക് പെങ് ചെയ്യൂല്ലെന്ന് നോക്കാമെന്ന് പറഞ്ഞ് ഗാർഡനിലേക്ക് വരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എല്ലാം അവിടേക്ക് വരുന്നുണ്ട്. എന്താ പെങ് നിങ്ങളോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്ന് അവൻ ഫ്രണ്ട്സിനോട് ചോദിക്കുന്നു. അവർ അതീന്ന് പറയുന്നു. ഫാമിലി ഇപ്പോൾ ഒരുപാട് പേരുണ്ട്. പെങ് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് എനിക്കും കാണണമെന്ന് അവൻ പറയുന്നു. പെട്ടെന്ന് ഫാമിൽ ഒരു അനൗൺസ്മെന്റ് നടക്കുന്നു. പണ്ട് കോളേജിൽ നടന്ന പോലെ. അതീത് ഷോക്കായി പെങ്ങിനെ തടയാൻ പോകാൻ തുടങ്ങുന്നുണ്ടെങ്കിലും അവൻ്റെ ഫ്രണ്ട്സ് അവനെ തടയുന്നു. പെങ് അവൻ്റെ അടുത്തേക്ക് വന്ന് അവനെ ഉപേക്ഷിച്ച് പോയതിന് അവനോട് സോറി പറയുന്നു. ഞാൻ ഹൈസ്കൂളിലായിരുന്നപ്പോൾ മുതൽ നിന്നെ സ്നേഹിക്കുകയാണ്. നീയാണ് എൻ്റെ സൺഷൈൻ എന്ന് അവൾ പറയുന്നു. ഇത് കേട്ട് എല്ലാവരും ഒരുപാട് ഹാപ്പിയാകുന്നുണ്ട്. അതീതും ഒരുപാട് ഹാപ്പിയാകുന്നു. നീ എന്നെ മാരി ചെയ്യുമെന്ന് പെങ് അതീതിനോട് ചോദിക്കുമ്പോൾ ഈ ക്വസ്റ്റ്യൻ നീ എന്നോടല്ല, ഞാൻ നിന്നോട് ചോദിക്കേണ്ടതെന്ന് പറഞ്ഞ് നീ എന്നെ മാരി ചെയ്യുമെന്ന് ചോദിച്ച് അവൻ അവളെ പ്രപ്പോസ് ചെയ്യുന്നു. അവൾ സമ്മതിക്കുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ കാണിക്കുന്നത് അതീതിൻ്റെയും പെങ്ങിൻ്റെയും മാരേജ് ആണ്. എല്ലാവരും ഒരുപാട് ഹാപ്പിയിലായിരുന്നു. പക്ഷേ പെട്ടെന്ന് മഴ പെയ്യുന്നു. മഴയെ രക്ഷപ്പെടാനായി എല്ലാവരും അവിടേക്ക് ഇവിടേക്ക് ഓടുന്നുണ്ട്. ഇതെല്ലാം കണ്ട് അതീത് സ്മൈൽ ചെയ്യുന്നു. നീ ഇതിനെ സ്മൈൽ ചെയ്യുന്നതെന്ന് പെങ് ചോദിക്കുമ്പോൾ ഈ മഴ നമ്മുടെ മാരേജ് സ്പെഷ്യലാക്കിയെന്ന് അവൻ പറയുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ മഴ സ്റ്റോപ്പ് ആകുന്നു. അവരുടെ വെഡിങ് സെറിമണി കംപ്ലീറ്റ് ആകുന്നുണ്ട്.
പെങ്ങ് ഫ്ലവർ ത്രോ ചെയ്യുമ്പോൾ കോട്ടാണ് പിടിക്കുന്നത്. നാം ഒരുപാട് ഹാപ്പി ആകുന്നു. നെക്സ്റ്റ് മാരേജ് നമ്മുടെയാണെന്ന് അവൻ പറയുന്നുണ്ട്. ഇതെല്ലാം കണ്ട് എല്ലാവരും സ്മൈൽ ചെയ്യുന്നു. ഈ ഹാപ്പി എൻഡിങ്ങോടെ ഈ ഡ്രാമ ഇവിടെ അവസാനിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഡ്രാമ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ഡ്രാമയുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.